ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 85 ഡിവൈഡ് ബൈ 5, 54 ഡിവൈഡ് ബൈ 4, 67 ഡിവൈഡ് ബൈ 5. ഡിവിഷനിൽ നിങ്ങൾ 2-3 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബേസ് അറിയാത്തത് നോക്കാം. ക്വസ്റ്റ്യൻ റോഡ് ആൻസർ റോഡൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡിവൈസറിലേക്കാണ്. ഡിവൈസർ 1 ഡിജിറ്റ് ആണോ 2 ഡിജിറ്റ് ആണോ 3 ഡിജിറ്റ് ആണോ നോക്കാം. ഡിവൈസർ 1 ഡിജിറ്റ് ആയാൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യുന്നത് നമുക്കറിയാം. ഇതാണ് നമ്മളെ വൺസ് റോഡ്. 0 റോഡിലേക്കും ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യുക. കാരണം ക്വസ്റ്റ്യൻ റോഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിജിറ്റ് 2 മൈനസ് ഇതിൻ്റെ ഡിജിറ്റ് 1 മൈനസ് 1 ആണ്. അപ്പോൾ 2 മൈനസ് 1 1 ആണ്. 1 മൈനസ് 1 0. അതായത് നമ്മളെ 2ലേക്ക് വരുന്ന സമയത്ത് ഇതാണ് വൺസിന് തൊട്ട് റൈറ്റിൽ വരുന്നതാണ് 0 റോഡ്. ഇവിടെ ആയിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യുക. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 85 ആണ്. 85 നമ്മളിവിടെ പ്ലേസ് ചെയ്തു. 85 പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ആൻസർ റോഡ് എവിടുന്ന് ആൻസർ ചെയ്ത് തുടങ്ങണമെന്ന് ചെക്ക് ചെയ്യലാണ്. ഡിവൈസറിനെ കമ്പയർ ചെയ്യുക. ഡിവൈസറിനേക്കാൾ വലുതാണോ ചെറുതാണോ ഡിവിഡൻഡിൻ്റെ ആദ്യത്തെ ഡിജിറ്റിനെ നോക്കുക. ഇക്വലാണോ ചെക്ക് ചെയ്യും. വലുതായത് കൊണ്ട് നമുക്കറിയാം ഈ 85നേക്കാൾ വലുത് തൊട്ട് അടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ആൻസർ പ്ലേസ് ചെയ്യാൻ പാടില്ല. ഒരു റോഡ് മാറിയായിരിക്കണം ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങേണ്ടത്. ഇപ്പോൾ 5നേക്കാൾ 8 വലുതായതുകൊണ്ട് നമുക്ക് തന്നെ അറിയാം. ഇനി എന്താ ചെയ്യാന്ന് പറയാം. ഡിവൈസർ 1 ഡിജിറ്റ് മാത്രമാണെങ്കിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ റോഡ് എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് ആൻസർ റോഡ് കിട്ടിയാൽ ഈ ആൻസർ റോഡിൻ്റെ തൊട്ടടുത്തുള്ള 2 റോഡുകൾ മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ റോഡ് വരിക. അത് എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്കിപ്പോൾ ഈ 2 റോഡിൽ ക്വസ്റ്റ്യൻ വെച്ചാൽ ആ റോഡ് സെലക്ട് ചെയ്യാനല്ല സാധിക്കുക. നമുക്ക് എവിടെയാണോ ആൻസർ റോഡ് വന്നിട്ടുള്ളത് അതിൻ്റെ തൊട്ട് റൈറ്റിലെ 2 റോഡുകളായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ റോഡ്. നമുക്കറിയാം ഇതാണ് നമുക്ക് ആൻസർ റോഡായിട്ട് കിട്ടിയത്. അതായത് നമുക്കിപ്പം ടെൻസ് റോഡാണ് നമ്മുടെ ആൻസർ റോഡായിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് വരുന്നത് നമ്മുടെ വൺസ് റോഡും 0 റോഡായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ റോഡ് വരിക. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ റോഡിൽ ആകെ നമ്മുടെ കയ്യിലെ നമ്പർ 8 ആണ്. 08 മീൻസ് 8 ആണ്. അല്ലേ, ഇതിൽ മാക്സിമം വരുന്ന നമ്പർ 99 ആയിരിക്കും. ഏറ്റവും ചെറിയ നമ്പർ 0 ആയിരിക്കും. 00 എന്ന് വരും. അതിന് 1 ആണെങ്കിൽ എങ്ങനെ വരിക? 01, 02, 03 അങ്ങനെ വരാം. അതിന് 99 എന്ന് പറയുമ്പോൾ 9 വരുന്നത് 99 ആയിരിക്കും. ഇപ്പം നമുക്ക് വന്നത് 08 എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെ എമൗണ്ട് 8 ആണ്. അപ്പം 8ൽ ഈ 5 എത്ര ടൈംസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുക. നമുക്കറിയാം 1 ടൈം മാത്രമേ 8ൽ 5 പോകും. 1 ഈ 1നെ നമ്മൾ ഈ ഡിവൈസർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1 × 5 5 ആണ്. അപ്പോൾ ഈ 8ന് എന്ത് ചെയ്യണം? 5 ലെസ് ചെയ്യണം. നമ്മളപ്പോൾ ഇടുന്നത് 5 ലെസ് ചെയ്തു. 05 ആണ് 5 അല്ലേ. അപ്പം 05 5 ലെസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് നമ്മൾ എവിടെയാണോ എൻഡ് ചെയ്തത് ഇവിടെയാണ് നമ്മൾ എൻഡ് ചെയ്തത്. ഇതും അതിൻ്റെ തൊട്ടടുത്തുള്ള റൈറ്റിലെ റോഡായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ റോഡ്. അപ്പം നമുക്ക് ഇനി വരുന്നത് 35 ആണ്. ഈ 35ൽ 5 എത്ര ടൈംസ് ആണ് ചെക്ക് ചെയ്യാം. 7 ആണ്. അപ്പം 7 × 5 35. അപ്പം ആൻസർ 17 ആണ് ആൻസർ വരിക. ഇപ്പോൾ ഫസ്റ്റ് വന്നതിൻ്റെ ആൻസർ 17 ആണ്. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വന്നതിൻ്റെ ആൻസർ 17 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വരുന്നത് 54 ഡിവൈഡ് ബൈ 4 ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യുക. സെയിം നമുക്ക് 54 വരിക 0 റോഡിലാണ്. അപ്പോൾ ഇവിടെ 5 പ്ലേസ് ചെയ്യണം, 4 ഇവിടെ പ്ലേസ് ചെയ്യണം. 54 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ ചെക്ക് ചെയ്യുക 4നേക്കാൾ വലുതാണോ ഡിവൈസറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് നോക്കുക, അല്ല ഡിവിഡൻഡിൻ്റെ. അപ്പോൾ ഡിവിഡൻഡിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ഡിവൈസറിൻ്റെ ഡിജിറ്റിനേക്കാൾ വലുതായതുകൊണ്ട് നമുക്കറിയാം തൊട്ടടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, പ്ലേസ് ചെയ്യാൻ ആൻസർ റോഡ് വരില്ല. നെക്സ്റ്റ് ഇതായിരിക്കും ആൻസർ റോഡ്. അപ്പോൾ ആൻസർ റോഡ് ഏതാണ് വന്നത് അതിന് തൊട്ടടുത്ത 2 റോഡ് എന്ന് പറയുമ്പോൾ 5 മാത്രമാണ് നമ്മുടെ കയ്യിലെ എമൗണ്ട്. അപ്പം 4 5ൽ എത്ര ടൈംസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 1 4s are 4 ആണ്. അപ്പോൾ 1 4 4 ആണ്. അപ്പോൾ ഈ 5 നമ്മൾ എന്ത് ചെയ്യണം, 4 ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ 4 ലെസ് ചെയ്യാൻ 5 ആഡ് 1 ചെയ്യണം. അപ്പോൾ എവിടെയാണ് എൻഡ് ചെയ്തത് ഇവിടെയാണ് നമ്മളിപ്പോൾ എൻഡ് ചെയ്തിട്ടുള്ളത്. അതും തൊട്ടടുത്ത റോഡായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇനി വരുന്നത് 14 ആണ്. ഇനി ഈ 14 എന്ത് ചെയ്യണം, നമുക്ക് അറിയാം 14ൽ 4 എത്ര ടൈംസ് നോക്കുക. ഡിവൈസർ 1 ഡിജിറ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണുള്ളത് അതിൽ എത്ര ടൈംസ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്ത് പോവുക. ഡിവൈസർ ഒന്നിലധികം ഉണ്ടെങ്കിൽ രീതി മാറ്റാണ്. ആൻസർ റോഡിൽ കിട്ടിയ
നമ്പർ എന്ത് ചെയ്യണം, ബീഡ്സ് എത്രയാണുള്ളത് അത് നമ്മൾ സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ചെയ്ത് നോക്കിയൊക്കെ വേണം. പക്ഷെ 1 ഡിജിറ്റ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ റോഡിൽ എത്രയാണ് എമൗണ്ട് ഉള്ളത് അത് ഡിവൈഡ് ബൈ ഡിവൈസറിന്റെ ഡിജിറ്റ് ആണ് ചെയ്യുക. അപ്പൊ നമുക്ക് 40ൽ 4 എത്ര ടൈംസ് നോക്കണം. നമുക്കറിയാം 3 4s ആണ് 12 അല്ലെ, 4 4s are 16 വരും. നമുക്കിപ്പോ 14 ഉള്ളൂ. അപ്പൊ 12 ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടുന്ന് 1ഉം ഇവിടുന്ന് 2 ബീറ്റ്സ് ലെസ് ചെയ്യണം. ഇനി നമുക്ക് നോക്കാം, ഇവിടെയുള്ള ഡിജിറ്റ് 2 ആണ്. ക്വസ്റ്റ്യൻ വരുന്നത് 2 ആണ്. 2 അപ്പൊ ഈ 2 എന്ത് ചെയ്യാൻ പാടില്ല, 2 നമുക്ക് ഈ ഡിവൈസറിന്റെ ഡിജിറ്റിനേക്കാൾ ചെറുതായാൽ നമ്മൾ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യണം. 4നേക്കാൾ ചെറുതാണ് 2. അപ്പൊ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ പറയുമ്പോൾ 13 ശേഷം ഒരു ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഒരു റോഡ് ബ്രാക്കറ്റ് ആയിട്ട് ചിന്തിക്കുക. ബ്രാക്കറ്റ് 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ 13 റിമൈൻഡർ 2 എന്നാണ് ഇതിന്റെ ആൻസർ വരിക. റിമൈൻഡർ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റിലാക്കി ചെയ്താൽ. നെക്സ്റ്റ് വരിക 67 ഡിവൈഡ് ബൈ 5 ആണ്. ക്വസ്റ്റ്യൻ സെയിം, നമ്മുടെ 0 റോഡിലായിരിക്കണം ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. 65 ഇവിടെ പ്ലേസ് ചെയ്യുക. 67 പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 5ന് എന്ത് ചെയ്യുക, നമുക്ക് നോക്കാം. 5ഉം 6ഉം 6 വലുതാണ്. അപ്പോൾ തൊട്ട് ഒരു റോഡ് ജമ്പ് ചെയ്തിട്ടായിരിക്കും ആൻസർ റോഡ് വരിക. അപ്പോൾ ആൻസർ റോഡ് ഇതാകുമ്പോൾ തൊട്ടടുത്ത 2 റോഡിന് ഫസ്റ്റ് 6 മാത്രമാണ് ഉള്ളത്. 5 6ൽ എത്ര ടൈംസ്, 1 ടൈംസ്. 1 into 5 5 ആണ്. അപ്പോൾ 0 5 ലെസ് ചെയ്തു. ഇതും അതിന് തൊട്ടടുത്തതാണ് നമ്മുടെ ആൻസർ റോഡ് വരിക, ക്വസ്റ്റ്യൻ റോഡ്. അപ്പം 17 വന്നു. 70ൽ 5 എത്ര ടൈംസ്, 3 ടൈംസ്. 3 5s are 15 ആണ്. അപ്പോൾ 3 into 5 15 നമുക്ക് ലെസ് ചെയ്യണം. ഇവിടുന്ന് 1ഉം ഇവിടുന്ന് 5ഉം ലെസ് ചെയ്യും. നോക്കാം, ഇനി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ 2 ആണ്. 2 എന്ന് പറയുന്നത് ഡിവൈസറിനേക്കാൾ ചെറുതാണ്. നമ്മുടെ ഡിവിഷൻ സ്റ്റോപ്പായി. അപ്പോൾ ആൻസർ വരിക 13 റിമൈൻഡർ 2. ഇപ്പൊ ഡിവൈസർ അതായത് ഡിവിഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഡിവൈസർ 1 ഡിജിറ്റ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് പോവാം. എന്ത് ചെയ്യുക, നമ്മൾ ക്വസ്റ്റ്യൻ റോഡ് സെലക്ട് ചെയ്യുക, അതിൽ ഡിവൈസർ എത്ര ടൈംസ് എന്ന് ചെക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുക. പക്ഷെ ഒന്നിലധികം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ആൻസർ റോഡിലെ ബീഡ്സ് ആയിട്ട് എന്ത് ചെയ്യണം, ഓരോ ഡിജിറ്റും മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.